വിദ്വേഷ പ്രചരണം നടത്തിയ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ മോഹൻദാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വിദ്വേഷ പ്രചരണം നടത്തിയ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി കൊച്ചി മണ്ഡലം മോഹൻദാസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നതിനും കലാപ ആഹ്വാനത്തിനും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കും മുതിർന്ന ടി.ജി. മോഹൻദാസിനെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് വിൻസെന്റ് ജോൺ ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ യൂട്യൂബിലെ പത്രിക എന്ന ചാനലിലൂടെ എതിർകക്ഷിയായ ടി.ജി. മോഹൻദാസ് നടത്തിയ അതീവ അപകടകരവും ജനാധിപത്യ വിരുദ്ധവുമായ പരാമർശം ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരെയാണ് അദ്ദേഹം പരസ്യമായ അക്രമത്തിനും ബലാത്സംഗത്തിനും ആഹ്വാനം ചെയ്തതെന്നും സമരക്കാർ ആരോപിച്ചു. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാനും രാജ്യത്തെ സ്ത്രീത്വത്തെ ക്രൂരമായി അധിക്ഷേപിക്കാനും സമൂഹത്തിൽ കലാപവും സ്പർദ്ധയും ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് ഇയാൾ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ഷക്കീർ അലി പറഞ്ഞു. ഏതൊരു സിവിൽ സമൂഹത്തിനും അപമാനകരമായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി ടി യു അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സുനിൽ മണിയുടെ, പീറ്റർ കെ എം, തോമസ് പോൾ, അഭിരൂപ് യു പി, മുഹമ്മദ് അനീഫ, നാസർ, ജോർജ്, നിക്സൺ, അത്തിക് സെറ്റ് എന്നിവർ സംസാരിച്ചു. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും കലാപമുണ്ടാക്കാനോ ആഹ്വാനം ചെയ്യുകയും സ്ത്രീത്വത്തെ ക്രൂരമായി അപമാനിക്കുകയും ചെയ്ത ടി.ജി. മോഹൻദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനും അടിയന്തരമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപമാനിക്കുക എന്ന് പറഞ്ഞാൽ പത്രിക എന്ന യൂട്യൂബ് ചാനലിലൂടെ 4 ചതുരശ്ര അടി എനിക്ക് ഭരണം തന്നാൽ 4 ചതുരശ്ര അടിക്കുള്ളിൽ ഇവരെ കെട്ടിയിട്ട് എല്ലാവരെയും വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ ഈ മോഹൻദാസിനെ പോലുള്ള വിവരം കെട്ടാതല്ല, മനഃപൂർവ്വം പറയാതല്ല അദ്ദേഹത്തിനെ പോലുള്ള, അതുപോലെ ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്നത് ഇതെല്ലാം തനി തെമ്മാടിത്തരമാണെന്ന് തന്നെ പറയുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സർക്കാരും പോലീസും അദ്ദേഹത്തെ കേസെടുത്തെന്ന് പറയുകയല്ലാതെ ഒന്ന് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു DYFI സമിതി ചെയ്യുന്നതും AIYF ചെയ്യുന്നതും എന്തൊരു കോൺഗ്രസിന്റെ മഹിള കോൺഗ്രസ്സുകാർ ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് ഈ DYFI 10 കൊല്ലം, കഴിഞ്ഞ 10 കൊല്ലം ഇതേ വിദ്വേഷ പ്രചരണങ്ങളും ഇതിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മോഹൻദാസ് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി സർക്കാരോ പോലീസോ അതിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്നിട്ട് അവര് ഇവിടെ വന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചത് അങ്ങേയറ്റം മോശമായി പോയി. അവർക്ക് 10 കൊല്ലം ചെയ്യാൻ കഴിയാത്തത് ഇനിയിപ്പോൾ നമ്മുടെ ചെന്നിത്തലയുടെ പോലീസ് എന്ത് ചെയ്യാനാണ്? കോൺഗ്രസ്സുകാർ പറഞ്ഞ സമരം നടത്തി, ഇന്ന് മഹിളാ കോൺഗ്രസ് നടത്തി, കേസെടുത്തെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഇതുവരെക്കും ഒന്നും ചെയ്യാനുള്ള ധൈര്യം രമേശ് ചെന്നിത്തലക്കോ നമ്മുടെ VD സതീശനോ മുഖ്യമന്ത്രിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവർക്കെതിരെ ദേശീയ തലത്തിൽ ശക്തമായി നിലകൊള്ളുന്ന ആം ആദ്മി പാർട്ടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഈ സംഘപരിവാറുടെയും BJPയുടെയും അജണ്ടയിൽ അവരെ തച്ചുതാൽക്കാനും ചെയ്യും. ഇന്നൊരു E20 ജനാധിപത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം കയ്യിലൊതുക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ആ ഒരു സംഘടനയെ അതിൻ്റെ വേരോടെ പിടിച്ച് കുലുക്കി എന്തിനവർ അത് ചെയ്തു? ഒരിക്കലും BJP പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മുന്നേറ്റം അവർക്കെതിരെ വരുമെന്നും. കാരണം ഇന്ത്യയിലുള്ള ഭരണഘടന അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളെയെല്ലാം തകർത്ത് എല്ലാം തങ്ങളുടെ കാഴ്ചയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് BJP. ഒരു അശ്വമേധം പോലെ മുന്നോട്ട് പോകുന്ന BJPക്ക് കുട്ടികൾ ആ അശ്വമേധത്തിനെ പിടിച്ചു കെട്ടി. കാരണം കാലങ്ങളായിട്ട് 10-15 കൊല്ലമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി അടിഞ്ഞാടുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും തുലാസിലായി. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികളാണ് കേരളം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും, നേരത്തെ ഗൾഫിലേക്കും, ഇപ്പോൾ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളേക്കെല്ലാം ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബത്തിന്റെ സ്വത്തും എല്ലാം വിറ്റ് പെറുക്കിക്കൊണ്ടാണ് അവർ ഈ നാട് വിട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടത്തെ കാലങ്ങളായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റുകൾ
കുട്ടികളുടെ വിദ്യാഭ്യാസം കച്ചവടമാക്കി അത് വിറ്റ് കോടികൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരും പ്രൈവറ്റും നടത്തുന്ന അതിന്റെ ഒരു മൂലധനം, അതിന് ചെലവാകുന്ന ഒരു ധനത്തിന്റെ 3 ഇരട്ടിയാണ് ഇന്ന് ഇന്ത്യ വ്യാപകമായിട്ട് പ്രചരിച്ചിരിക്കുന്നത്. അതുപോലെ പ്രവർത്തിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.